അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഓംബ്ര കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത് ഓവണൊന്നും ഉപയോഗിക്കാതെ ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 3/4 കപ്പ് മൈദയാണ് ഞാനിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്കിലേക്ക് 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ ഉള്ളവർക്ക് ബട്ടർ എടുക്കുക. ബട്ടറിലാണ് ശരിക്കും ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ബട്ടറായിരിക്കും. അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബീറ്റർ കൊണ്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പീഡ് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഏകമൊക്കെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ 3 ബൗളെടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ 3 ബൗളിലേക്കും ഒരേ അളവിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ ബാറ്റർ 3 ബൗളിലേക്കും ഒരേപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു ബൗൾ എടുത്തിട്ട് നമ്മളിത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് 1 സ്പൂണ് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ കേക്ക് 3 ലെയറായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു ലെയർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് കളറുള്ള ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 4 സ്പൂണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഡാർക്ക് കളറിലുള്ള ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കളറ് വൈറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നിലാണ് ഇന്ന് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡാർക്ക് കളറിലുള്ള ബാറ്റർ ഫസ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളിത് ഫസ്റ്റ് ലെയർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലൂടെ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് ലെയറും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക്
അതിൻ്റെ മുകൾ ഭാഗം അതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സെക്കൻഡ് ലെയർ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നല്ല നമ്മുടെ കേക്കിൻ്റെ സ്മെല്ല് വരികയാണെങ്കിൽ നമ്മൾ തുറന്ന് നോക്കി മതി. അപ്പോൾ ചിലപ്പോൾ ആ സമയം എടുക്കില്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ടിന്നൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും അടിക്ക് പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ആ ഉള്ളിലെ ഡിസൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 3 ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.